गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പര. ഒരുമിച്ച് ചൊല്ലിക്കൂടെ? ശരി. ശ്രീ ഭഗവാനുവാച പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരീക്ഷ്യാ കവേ ബ്രവീത് ഏവം പരംപരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ യോഗോ നഷ്ടഃ പരന്തപ സ ഏവായം മയാ തേദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഛേദതുത്തമം. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ശ്രീഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി കർമാണി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ഥ പരന്തപ. അജോപി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. വീതരാഗഭയക്രോധഃ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഃ. യേ യഥാ മാം താം തഥൈവ ഭജാമ്യഹം. മമ വർത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്ധ്യ കർത്താരമവ്യയം. ന മാം കർമാണി ലിംപന്തി ന മേ കർമ്മഫലേ സ്പൃഹാ. ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സ ബധ്യതേ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ. തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ. ഗ്രഹണാ കർമ്മണോ ഗതിഃ. കർമ്മണ്യകർമ്മ യഃ പശ്യേത് അകർമ്മണി ച കർമ്മ
സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണകർമ്മകൃതേ. പതിനെട്ടാം ശ്ലോകത്തിൻ്റെ ഭാഷ്യം വളരെ വിശദമായിട്ടുള്ള ഭാഷ്യം രചിച്ചിട്ടുണ്ട് ശങ്കരാചാര്യ സ്വാമികൾ. അവിടെ പൂർവപക്ഷമൊക്കെ ഉന്നയിച്ച് അതിന് മറുപടി നൽകുന്ന വിധത്തിലാണ് ഭാഷ്യം. കുറച്ച് ഭാഗം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇത് വീണ്ടും സ്വാമിജി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. അപ്പോൾ കർമ്മത്തിൻ്റെ തത്വം പറഞ്ഞു തരാം എന്ന് പ്രതിജ്ഞ ചെയ്തല്ലോ. ഇതിൻ്റെ ഫലവും പറഞ്ഞു. എന്താ ഫലം പറഞ്ഞത്? കർമ്മരഹസ്യം പറഞ്ഞു തരാം. എവിടെയാ അത് പറയുന്നത്? 16ാമത്തെ ശ്ലോകത്തിൽ. കർമ്മം എന്താണ്, അകർമ്മം എന്താണെന്നുള്ളത് കവികൾക്ക് പോലും മോഹത്തെ, തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിഷയമാണ്. അപ്പം അതിൻ്റെ രഹസ്യത്തെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതറിഞ്ഞാൽ എന്താ പ്രയോജനം? എന്താണ്? യജ്ഞാത്വ മോക്ഷ്യസേ ശുഭാത്. ഈ ഒരു അറിവുണ്ടായാൽ എല്ലാ അശുഭത്തിൽ നിന്നും മോക്ഷമായി. അപ്പം അങ്ങനെ പ്രതിജ്ഞ ചെയ്തതിന് ശേഷം കർമ്മരഹസ്യം പറയാണ്. എവിടെയാണ് പറയുന്നത്? 18ാമത്തെ ഈ ശ്ലോകത്തിൽ. കിം പുനഃ തത്വം കർമാദേഹേ യത് ബോദ്ധവ്യം വക്ഷ്യാമി ഇതി പ്രതിജ്ഞാതം ഉച്യത്തെ. കർമ്മത്തിൻ്റെ തത്വം എന്നുള്ളതിന് ഇവിടെ രഹസ്യം എന്നർത്ഥം. കർമ്മത്തിൻ്റെ സ്വഭാവം, കർമ്മ രഹസ്യം, ഇത് മനസ്സിലാക്കേണ്ടതാണ്, അത് ഞാൻ പറയാം എന്ന് പ്രതിജ്ഞ ചെയ്തു. യത് ബോദ്ധവ്യം വക്ഷ്യാമി ഇതി പ്രതിജ്ഞാതം ഉച്യത്തെ. എന്താണ്? കർമ്മണി വ്യാപാരമാത്രം തസ്മിൻ കർമ്മണി അകർമ്മ കർമാഭാവം യഹ പശ്യേത്. അതുപോലെ തന്നെ കർമ്മണി പറഞ്ഞാൽ എന്താണ്? കർമ്മണി പ്രയോഗം എന്നൊക്കെ എല്ലാവരും പഠിച്ചിട്ടില്ലേ? എന്താ കർമ്മണി പറഞ്ഞ അർത്ഥം? കർമ്മത്തിൻ്റെ വിഷയത്തിൽ, കർമ്മത്തിൽ. എന്താണ് കർമ്മ വ്യാപാരമാത്രം. ഇവിടെ കർമ്മം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാപാരം, ചേഷ്ടകൾ, പ്രവൃത്തി. തസ്മിൻ കർമ്മണി, ആ കർമ്മത്തിൽ. അകർമ്മ യഹ പശ്യേത്. ആരാണോ അകർമ്മത്തെ കാണുന്നത്. എന്താണ് അകർമ്മം? കർമാഭാവം, കർമ്മമില്ലായ്മയെ കാണുന്നത്. ഇനി അതുപോലെ തന്നെ അകർമ്മണിച്ച, അകർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമാഭാവം. നഞ്ഞ് പ്രത്യയം വന്നിട്ടാണ് കർമ്മ എന്നുള്ളത് എന്തായിട്ട് തീരുന്നത്? അകർമ്മ എന്നായിട്ട് തീരുന്നത്. അകർമ്മ എന്ന് പറഞ്ഞാൽ വിപരീത കർമ്മം എന്നും അർത്ഥം വരാം, അല്പകർമ്മം എന്നും അർത്ഥം വരാം, കർമാഭാവം എന്നും അർത്ഥം വരാം. അങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട് ഈ നഞ്ഞ് പ്രത്യയത്തിന്. പക്ഷെ ഇവിടെ അകർമ്മ പറഞ്ഞാൽ എന്താണ്? കർമ്മ അഭാവം, അഭാവാർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ആ എന്നുള്ളത് നഞ്ഞിൻ്റെ ന ലോപിച്ചിട്ടാണ് ആന്ന് വരുന്നത്. അപ്പൊ അകർമ്മ എന്നുള്ളതിനിവിടെ കർമാഭാവം യഹ പശ്യത്. അതുപോലെ അകർമ്മണിച്ച കർമാഭാവേ കർമാഭാവേ കർമ്മ അഭാവത്തിൽ എന്ത് കാണുന്നു? അകർമ്മത്തിൽ എന്ത് കാണുന്നു? കർമ്മ യഹ പശ്യത്. ആരാണോ കർമ്മത്തെ കാണുന്നത്? അവിടെ വിശദീകരിക്കുകയാണ്. പ്രവൃത്തി നിവൃത്തിയോഹോ കർത്തൃതന്ത്രത്വാത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അവിടെ. പ്രവൃത്തി നിവൃത്തിയോഹോ കർത്തൃതന്ത്രത്വാത്. ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിന്നും നിവർത്തിക്കണമെങ്കിലും അവിടെ ആര് വേണം? കർത്താവ് വേണം. ഒരു കർമ്മം ചെയ്യണമെങ്കിലും ഒരു കർമ്മത്തിൽ നിന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങണം എന്നുണ്ടെങ്കിലും അവിടെ ചെയ്യാൻ ഒരാൾ വേണം. അപ്പൊ കർത്തൃതന്ത്രമാണ് എന്ത്? പ്രവൃത്തിയും നിവൃത്തിയും. പ്രവൃത്തി നിവൃത്തിയോഹോ കർത്തൃതന്ത്രത്വാത്. അപ്പൊ ഒരാൾ പറയാണ് ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന്. അതെന്താണ്? കർമ്മത്തിൽ നിന്നുമുള്ള നിവൃത്തിയാണ്. പക്ഷെ ആ നിവൃത്തി ചെയ്യാനും ആര് വേണം? കർത്താവ് വേണം. അപ്പൊ കർത്തൃതന്ത്രമായിട്ടുള്ളതൊക്കെ എന്താണ്? കർമ്മമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അകർമ്മണിച്ച കർമ്മയഹ പശ്യത്. ഒരാളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിലും അതിൽ കർമ്മമുണ്ട് എന്നാര് കാണുന്നു പോവും. സഹ ബുദ്ധിമാൻ മനുഷ്യേഷു
സഹ യുക്ത, അയാൾ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനാണ്. അപ്പോൾ ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ? ഒരുപാട് അറിവുള്ള ആളോ ഒരുപാട് പഠിച്ച ആളോ ഒന്നും അല്ല. ഭഗവാന്റെ അഭിപ്രായത്തിൽ ബുദ്ധിയുള്ള ആള്. ആർക്കാണ് ബുദ്ധിയുള്ളത് എന്നാ ഭഗവാൻ പറയുന്നത്? ആരാണോ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണും. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. അർജുനൻ അല്ലെങ്കിലേ ആശയക്കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ വളരെ ഗൂഢശ്ലോകങ്ങളിൽപ്പെട്ടതാണിത് എന്ന് പറയും. ഗ്രന്ഥിയുള്ള ശ്ലോകം അറിയാലോ. മഹാഭാരതം രചിച്ചതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. ആരാണ് രചിച്ചത്? വ്യാസമഹർഷിയാണ് രചിച്ചത്. ശരിയാണ്, വ്യാസമഹർഷിയുടെ രചനയാണ്. പക്ഷെ ആരാ എഴുതിയെടുത്തത്? ഗണപതിയാണ് എഴുതിയെടുത്തത്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യവസ്ഥ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അതായത് ഇത് മഹാഭാരതം 1,00,000-ലധികം ശ്ലോകങ്ങളല്ല, വ്യാസമഹർഷി ശ്ലോകരൂപത്തിലാണോ മനസ്സിൽ കണ്ടത് എന്നറിയില്ല. ഏതായാലും മഹാഭാരതം മുഴുവനും ഉള്ളിൽ ദർശിച്ചു. ഇനി അത് പകർത്തി എഴുതണം. അപ്പം പകർത്തി എഴുതാൻ ഒരാൾ വേണം. ആരെയാണ് പകർത്തി എഴുതാൻ കിട്ടുക? ബ്രഹ്മാവ് പറഞ്ഞു, ഗണപതിയെ സമീപിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗണപതിയുടെ അടുത്ത് ചെന്നു. പക്ഷേ ഗണപതി ഒരു വ്യവസ്ഥ വെച്ചു. എന്താ വ്യവസ്ഥ? നിർത്താതെ പറയണം. ഇതാണ് വ്യവസ്ഥ. ശരി, അപ്പോൾ വ്യാസമഹർഷി സമ്മതിച്ചു നിർത്താതെ പറയാം. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? അർത്ഥം മനസ്സിലാവാതെ ഒന്നും എഴുതാൻ പാടില്ല. അങ്ങനെ പരസ്പരം വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടാണ് അവർ എഴുത്ത് ആരംഭിച്ചത്. അപ്പോൾ വ്യാസമഹർഷി തനിക്കൊന്ന് ശ്വാസം വിടാൻ സമയം കണ്ടെത്തിയത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഗൂഢാർത്ഥത്തിലുള്ള ചില ശ്ലോകങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗണപതി ഒന്ന് ചിന്തിക്കുമ്പോഴേക്ക് ഫ്രഷായി അല്ലേ, അടുത്ത പ്രാവശ്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരുക്കത്തിലായി. അങ്ങനെയുള്ള ശ്ലോകങ്ങൾക്ക് ഗ്രന്ഥിയുള്ള ശ്ലോകങ്ങൾ മഹാഭാരതത്തിൽ തന്നെ പറയുന്നതാണ്. അപ്പോൾ ആ ഗ്രന്ഥി ശ്ലോകങ്ങളിൽ പെട്ടതായിട്ട് വേണം ഈ ശ്ലോകത്തെയും മനസ്സിലാക്കാൻ. കാരണം പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു വിരോധാഭാസം പോലെ തോന്നും. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മനസ്സിലാക്കേണ്ടത്? ഇതുപോലെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. നാസതോ വിദ്യതേ ഭാവഹ എന്നൊക്കെയുള്ളത്. ഏതായാലും ശരി. അപ്പം അങ്ങനെ അപ്പോൾ അർജുനനെ നല്ലപോലെ ഒന്ന് കുഴക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. അതാണ് ഉപദേശത്തിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് ഉപദേശിക്കാൻ പറ്റുക. ഉപനിഷത്ത് സ്വീകരിച്ച അതേ ശൈലി തന്നെയാണ് ഭഗവാനും ഇവിടെ ഉപദേശത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഏതായാലും അങ്ങനെ ആരാണോ കാണുന്നത് അയാളാണ് ഏറ്റവും ബുദ്ധിമാൻ. അപ്പം എല്ലാവരും പരിശോധിക്കും, എനിക്ക് ബുദ്ധി ഉണ്ടോയെന്ന്. ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ആരാവണം? ഈ ഒരു കാഴ്ച കാണാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ബുദ്ധിയുള്ളവരാണ്. സഹ യുക്ത, അയാളാണ് യുക്തൻ യോഗി. ശങ്കരാചാര്യ സ്വാമികൾ അങ്ങനെയാണ് അർത്ഥം പറയുന്നത്. യുക്തൻ പറഞ്ഞാൽ എന്താണ്? യോഗി, ചേർന്നവൻ, തന്നോട് ചേർന്നവൻ. കൃഷ്ണ കർമ്മകൃത്. എന്താ ഈ കൃഷ്ണ പറയാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. എന്നല്ല, ഭാഷയിൽ നമുക്ക് ഒരു അക്ഷരം കൂട്ടി എഴുതുന്ന അക്ഷരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വ്യഞ്ജനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു അക്ഷരമാണ് കൃഷ്ണ. ഇത്രയും അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വാക്ക്. ഏതായാലും കൃഷ്ണ കർമ്മകൃത് ഒന്ന് പറഞ്ഞേ. സയുക്ത സഹ കൃഷ്ണ കർമ്മകൃത്. എന്താ ഈ കൃഷ്ണം എന്നുള്ള വാക്ക് മലയാളത്തിലും പ്രയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു ഉണ്ടോ? കൃഷ്ണം സാഹിത്യത്തിലൊക്കെ പ്രയോഗിക്കാറുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? കൃഷ്ണം എന്ന് പറഞ്ഞാൽ കൃഷ്ണം മുഴുവനായിട്ട്. കർമ്മകൃത് പറഞ്ഞാലോ കർമ്മം ചെയ്യുന്ന ആള്, കർമ്മം ചെയ്തിട്ടുള്ള ആള്. കൃഷ്ണ കർമ്മകൃത് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും അർത്ഥം? എല്ലാ കർമ്മവും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആള്. ഇനി കർമ്മമൊന്നും ചെയ്യാൻ ബാക്കിയില്ല. അതെപ്പോഴും അങ്ങനെ ഒരു സ്ഥിതി വരും ഒരാൾക്ക്, ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാനൊന്നും ചെയ്യണില്ല, അല്ലെങ്കിൽ എനിക്കിനിയൊന്നും വേണ്ടാന്ന് വിചാരിച്ച ഒരാൾക്ക് ഇരുന്നാൽ ആ കൃഷ്ണ കർമ്മകൃത്താവുമോ? ഇല്ല. എപ്പോഴാണ് ഇനിയൊന്നും വേണ്ടെന്നുള്ള ഒരു ഭാവം നമുക്കുണ്ടാവുക ഉള്ളിൽ? ഇനിയൊന്നും നേടാനില്ല എന്ന് വരുമ്പോൾ അല്ലേ? ശരി, ഇനിയൊന്നും നേടാനില്ല എന്നുള്ള ഭാവം എപ്പോഴാണ് വരിക? തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ.
പൂർണ്ണഭാവത്തെ തിരിച്ചറിയുമ്പോൾ എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്കിനിയൊന്നും നേടാനില്ല. അപ്പം ഇങ്ങനെയൊരു തിരിച്ചറിവ് കൈവന്നിട്ടുള്ള അയാൾക്ക് മാത്രമേ കൃഷ്ണ കർമ്മകൃത്താവാൻ സാധിക്കുള്ളൂ. അപ്പം ഇവിടെ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുക എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണ ദർശനം കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം എന്ന് വേണം മനസ്സിലാക്കാൻ. അയാളാണ് കൃഷ്ണ കർമ്മകൃത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂർണ്ണ ആത്മദർശനമാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി അതിൻ്റെ ഒരു ചിന്തനമാണ്. നനു കിമിതം വിരുദ്ധമുച്യതേ കർമ്മണ്യകർമ്മയഃ പശ്യേത് ഇതി അകർമ്മണി ച കർമ്മ ഇതി നഹി കർമ്മ അകർമ്മ സ്യാത് അകർമ്മ വാ കർമ്മ തത്ര വിരുദ്ധം കഥം പശ്യേത് ദ്രഷ്ട. നമുക്ക് സാധാരണ ഉണ്ടാവുന്ന സംശയം എന്താ സംശയം? കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുക പറഞ്ഞാൽ അത് വിപരീത ദർശനമല്ലേ. അപ്പം ആ ദർശനം കിട്ടിയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ബുദ്ധിമാനാവുക എന്ന് മാത്രമല്ല, കർമ്മത്തിൽ കർമ്മത്തെയല്ലേ കാണേണ്ടത്, അകർമ്മത്തിൽ അകർമ്മത്തെയല്ലേ കാണേണ്ടത്. കർമ്മത്തിൽ അകർമ്മത്തെ കാണുക എങ്ങനെയാ, അകർമ്മത്തിൽ കർമ്മത്തെയും കാണുക എങ്ങനെയാ എന്ന് വാച്യാർത്ഥത്തെ മുൻനിർത്തിയിട്ടൊരു ശങ്ക ഉന്നയിച്ചിട്ട് മറുപടി പറയാണ്. എന്താ മറുപടി? നനു അകർമ്മ ഏവ പരമാർത്ഥതഃ സത് കർമ്മവത് അവഭാസത്തെ മൂഢദൃഷ്ടേ ലോകസ്യ തഥാ കർമ്മ ഏവ അകർമ്മവത് തത്ര യഥാഭൂതദർശനാർത്ഥമാഹ ഭഗവാൻ കർമ്മണ്യകർമ്മയഃ പശ്യേത് ഇത്യാദി. അതഃ ന വിരുദ്ധം ബുദ്ധിമത്വാദ്യുപപത്തേഃ ച ബോദ്ധവ്യം ഇതി ച യഥാഭൂതദർശനം ഉച്യത്തെ. പറയാണ്, ഈ നമ്മൾ തീവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറമെ നിൽക്കുന്ന ഒരാൾ ആ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നത് എന്താണ്? നമ്മുടെ ട്രെയിൻ സഞ്ചരിക്കുന്നത് പോലെ തോന്നില്ല. പുറമെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ പുറമെ വേറൊരു വണ്ടി ഉണ്ടെങ്കിലൊക്കെ അത് വേഗത്തിൽ പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. അങ്ങനെ തോന്നാറില്ലേ? അത് ശരിയായിട്ടുള്ള ദർശനമാണോ വിപരീത ദർശനമാണോ? വിപരീത ദർശനമാണ് അല്ലേ. അതുപോലെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മൂഢദൃഷ്ടിയോട് അവിവേകപൂർണമായിട്ടുള്ള കലങ്ങിയ ദൃഷ്ടിയോട് കൂടിയിട്ടുള്ള ഒരാൾക്ക് എന്താണ് ഇവിടുത്തെ കലക്കം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, താനല്ലാത്തതും താനും തമ്മിലുള്ള കൂടിക്കലർപ്പ്. ആ കലർപ്പോട് കൂടിയിട്ട് അഹം എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് എന്താണോ ഞാൻ, വാസ്തവത്തിൽ ആ ഞാനും ഞാനല്ലാത്തത് പുസ്തകം ഞാനല്ല, എൻ്റെ പുസ്തകമാണെങ്കിലും പുസ്തകം ഞാനല്ല, എൻ്റെ വീടാണെങ്കിലും വീട് ഞാനല്ല, ഇതൊന്നും ഞാനല്ല. അത് പറയേണ്ട ആവശ്യവും ഇല്ല. പക്ഷേ ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി തുടങ്ങിയിട്ടുള്ള ഉപാധികൾ ഞാനാണോ എൻ്റെതാണോ? എൻ്റെതാണെങ്കിൽ എൻ്റെതൊന്നും ഞാനാവാൻ തരല്ല. പക്ഷേ അവിവേകം കൊണ്ട് നമുക്ക് എന്ത് തോന്നുന്നു? ഞാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനല്ലാത്തതിൽ ഞാനെന്നുള്ള ബുദ്ധി നമുക്കുണ്ടാവണം. അതെന്താണത്? അത് കേവലം ജഡമായിരിക്കുന്ന വസ്തു മാത്രമല്ല ഞാൻ എന്ന് പറഞ്ഞാൽ. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇതൊക്കെ ജഡവസ്തുക്കളാണ് ആണല്ലോ. ഇപ്പം നമുക്ക് അറിയില്ല, ശാസ്ത്രം പറയുന്നതിൽ നിന്നേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മനസ്സൊക്കെ ജഡമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? മനസ്സ് ജഡമാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള യുക്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ജഡമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ കാര്യമാണ് അന്ധക്കരണം എന്നുള്ളത്. അതുകൊണ്ട് മനസ്സും ജഡമാണ്. ഏതായാലും ഈ ജഡമായിരിക്കുന്ന സംഘാതം മാത്രമാണോ ഞാൻ? ആണോ? അല്ല, ജഡമായിരിക്കുന്ന സംഘാതത്തെ അറിയുന്ന ഒരു ബോധവും കൂടി ചേർന്നതാണ്. ഇനി കേവലം ബോധം മാത്രമാണോ ഞാൻ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള ഞാനല്ല കേട്ടോ അർത്ഥാക്കണത്. ഇപ്പം നമ്മൾ വ്യവഹരിക്കുന്ന ഞാൻ എന്ന് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. ആ ഞാൻ എന്ന് സാധാരണ വ്യവഹാരത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എന്നുള്ളത് കേവലം ജഡസംഘാതമല്ല, ഒട്ട്
ചൈതന്യ സ്വരൂപം മാത്രവുമല്ല. പിന്നെ എന്താണ്? ജഡസംഘാതവും ചൈതന്യാത്മാവും തമ്മിലുള്ള ഒരു കൂടിക്കലർന്നത് പോലെ എന്ന് ശാസ്ത്രം പറയുന്നു. നമുക്കും വിവേകം ചെയ്യുമ്പോൾ മനസ്സിലാവേണ്ട കൂടിക്കലർപ്പ് സാധ്യമല്ല, കൂടിക്കലർപ്പ് ഇല്ല എന്നുള്ളത്. പക്ഷെ ഇപ്പം നമ്മുടെ അനുഭവത്തിൽ എങ്ങനെയാണ്? കൂടിക്കലർന്നിരിക്കുന്ന ഒരു ഭാവം. ഇതാണ് എന്ത്? ജീവഭാവം എന്നുള്ളത്. ചിദാഭാസൻ എന്നൊക്കെ പറയും. നമ്മുടെ അന്ധകരണത്തിൻ്റെ ഒരു വിശിഷ്ടമായിട്ടുള്ള കഴിവാണ്. ചൈതന്യാത്മാവിനെ എന്ത് ചെയ്യാൻ കഴിവുണ്ട്? ചൈതന്യാത്മാവിനെ ഒരു കൂട്ടിലകപ്പെടുത്താനുള്ള കഴിവ്. ഏത് ചൈതന്യാത്മാവിനെ? എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ഏകമായിരിക്കുന്ന ആ ചൈതന്യാത്മാവിനെ ഒരു കൂട്ടിലേക്ക് അകപ്പെടുത്താനുള്ള കഴിവ്. ഏതുപോലെ? ഏകനായിരിക്കുന്ന സൂര്യന് കണ്ണാടിക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഒരു അല്ലേ, തൻ്റെ ഉള്ളിൽ പിടിച്ചു വെക്കാനുള്ള കഴിവ് കണ്ണാടിക്കുള്ളതുപോലെ. പക്ഷെ നമുക്കറിയാം അത് പ്രതിബിംബമാണെന്നുള്ളത്. ബിംബസൂര്യൻ അങ്ങ് ഇരിക്കുന്നുണ്ട്, ഇത് പ്രതിബിംബമാണെന്ന് നമുക്കറിയാം. പക്ഷെ അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ സൂര്യൻ അല്ലേ. ആ സൂര്യൻ, പ്രതിബിംബ സൂര്യൻ ഭ്രമിച്ച് വശാവുക എന്ന് വെച്ചോട്ടെ, ഇത് തന്നെയാണ് ഞാൻ. അതുപോലെയാണ് ജീവന്റെ അവസ്ഥ. ജീവൻ ഈ മനസ്സാകുന്ന കണ്ണാടിക്കൂട്ടിൽ പ്രതിബിംബിച്ച് നിൽക്കുന്ന ഈ ആഭാസനെയാണ് എന്ത് പറയുന്നത്? ആഭാസൻ, ചിദാഭാസൻ, ആഭാസനെയാണ് ഞാൻ എന്ന് പറയുന്നത്. ശരിക്കും ആ ഉപാധിയിൽ നിന്നും വേറിട്ട് നിൽക്കാൻ സാധിച്ചാൽ, വേർപെടുത്തി നിന്നാൽ, വേർപെട്ടിട്ടാണുള്ളത്, ആ വേർപെട്ടിട്ടാണുള്ളത് എന്ന് അറിഞ്ഞാൽ എന്തായി? ചിദാഭാസൻ മാറി, പിന്നെന്തായി? ചിദാത്മാവായി, ചിത്തായി. ശരി, ഏതായാലും ഇപ്പം ഈ കൂടിക്കലർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് മൂഢബുദ്ധി. അപ്പം ശരീര താതാത്മ്യത്തോട് കൂടിയിരിക്കുന്ന അവസ്ഥ, അതാണ് മൂഢബുദ്ധി. ആ മൂഢബുദ്ധിയോട് കൂടിയിട്ടുള്ള ആള് എന്ത് വിചാരിക്കുന്നു? പരമാർത്ഥത്തിൽ അഹം എന്നുള്ള ആത്മാവിൽ കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിലും കർമ്മമുണ്ടെന്ന് ധരിക്കുന്നു. അകർമ്മ ഏവ പരമാർത്ഥതഃ സത്. ഞാൻ വാസ്തവത്തിൽ കർമ്മം ചെയ്യാത്തവനാണെങ്കിലും കർമ്മമില്ലാത്തവനാണെങ്കിലും കർമ്മം ഉള്ളവനായിട്ട് ധരിക്കുന്നു. അകർമ്മ ഏവ പരമാർത്ഥതഃ സത് കർമ്മവത് അവഭാസതേ മൂഢദൃഷ്ടേഹ ലോകസ്യ തഥാ. അതുപോലെ കർമ്മ ഏവ അകർമ്മവത്, കർമ്മ ഉണ്ടെങ്കിലും കർമ്മമില്ല എന്ന് വിചാരിക്കുന്നു. എപ്പോൾ? ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ അവിടെ കർമ്മമില്ല എന്നും തെറ്റിദ്ധരിക്കുന്നു. അതെന്താണത്? യഥാഭൂത ദർശനമാണോ വിപരീത ദർശനമാണോ? യഥാഭൂത ദർശനം പറഞ്ഞാൽ എന്താണ്? ഉള്ളത് ഉള്ളതുപോലെ കാണുക, അങ്ങനെയാണോ അത്? ഇല്ല, അത് വിപരീത ദർശനമാണ്. അപ്പോൾ വിപരീത ദർശനം മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? യഥാർത്ഥ ദർശനം നൽകണം, ശരിയായിട്ടുള്ള അറിവ് നൽകണം. അതാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. കർമ്മണ്യ കർമ്മയഃ പശ്യേത് എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല, അയാളാണ് ബുദ്ധിമാൻ. ബുദ്ധിമത്വാദി ഉപപത്തേഹേ, അയാൾ ബുദ്ധിമാനാകുന്നു എന്ന് അതിനെ ഉറപ്പിക്കുകയും ചെയ്തു. ഇത് അറിയപ്പെടേണ്ടതാണെന്ന് നേരത്തെയും പറഞ്ഞു. ബോധവ്യം ച വികർമ്മണഃ എന്നുള്ള ശ്ലോകത്തിൽ. നച വിപരീത ജ്ഞാനാത് അശുഭാത് മോക്ഷണം സ്യാത് യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത് ഇതി ച ഉക്തം. മാത്രമല്ല, ഈ ഒരു അറിവ് നേടിയാൽ സർവ അശുഭത്തിൽ നിന്നും മുക്തനാവുന്നും പറഞ്ഞു. അപ്പോൾ വിപരീത ദർശനം കൊണ്ടൊരിക്കലും അശുഭമുക്തി ഉണ്ടാവില്ല. യഥാഭൂത ദർശനം കൊണ്ട് മാത്രമേ, യഥാർത്ഥ ജ്ഞാനം കൊണ്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ? അശുഭത്തിൽ നിന്നുള്ള മോക്ഷം ഉണ്ടാവുള്ളൂ. എന്താണ് ആ യഥാർത്ഥ ജ്ഞാനം? ഞാൻ ഈ ഭൂതസംഘാതവുമായിട്ട് ചേർന്നിട്ടുള്ളതല്ല, പിന്നെന്താണ്? ആ സാക്ഷിയാണ്. സാക്ഷിയായിരിക്കുന്ന എന്നിൽ കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല. നമ്മൾ പ്രാതസ്മരണ സ്തോത്രത്തിൽ ചൊല്ലുമല്ലോ, എന്താ പറയുക? പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തമവൈതി നിത്യം. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ അതിക്രമിച്ചു നിൽക്കുന്ന യാതൊരു നിഷ്കലമായിട്ട് തദ്ബ്രഹ്മ നിഷ്കലമഹം നച ഭൂതസംഘ, ഭൂതസംഘമല്ല ഞാൻ, പിന്നെന്താണ്? സാക്ഷി. ശിവോഹം 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 മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം. ആ ശിവസ്വരൂപമാണ് ഞാൻ എന്ന് ബോധിച്ചു കഴിഞ്ഞാലോ ആത്മാവിൽ പിന്നെ ഞാൻ ആരല്ല? കർത്താവല്ല,
ഭോക്താവുമല്ല. അത് ബോധിക്കുന്നില്ലെങ്കിൽ ഞാൻ ആരാണ്? കർത്താവുമാണ്, ഭോക്താവുമാണ്. അപ്പൊ കർത്താവല്ല ഭോക്താവല്ല എന്നറിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ അയാൾ എങ്ങനെയാ കഴിയുക? സ്ഥാണു പോലെ, തൂണുപോലെ ഒന്നും ചെയ്യാണ്ട് അനങ്ങാതിരിക്കുമോ? അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് അല്ലേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കർമ്മം ഇല്ല എന്ന് അറിഞ്ഞാൽ പിന്നെ അയാളൊന്നും ചെയ്യേണ്ടിയിരിക്കണ്ടെന്ന്. അങ്ങനെയല്ല, അയാൾ വ്യാപരിച്ചാലും അയാൾക്ക് കർമ്മമില്ല. അതാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത്. ഏതായാലും തസ്മാത് കർമാകർമ്മണി വിപര്യേണ ഗൃഹീതേ പ്രാണിഭിഹി തദ് വിപര്യ ഗ്രഹണ നിവൃത്യർത്ഥം ഭഗവതഃ വചനം കർമ്മണി അകർമായഃ ഇത്യാദി. എന്നുവെച്ചാൽ അത്ര കർമാധികരണം. ഇനി അവിടുന്ന് അങ്ങോട്ട് വ്യാകരണപരമായിട്ടുള്ള ചിന്തനൊക്കെയാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അടുത്ത ശ്ലോകം യസ്യ സർവേ സമാരംഭാഃ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കർമ്മം ഇല്ല വാസ്തവത്തിൽ എന്നിൽ എന്നറിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാതെ സ്ഥാണു പോലെ ഇരിക്കുന്നൊരു അർത്ഥം ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്നു? കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് ആ കർമ്മം? കാമസങ്കല്പവർജിതാഃ, കാമസങ്കല്പവർജിതമായിട്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇന്നത് നേടണം, എൻ്റെ ഇന്ന ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന വിധത്തിലുള്ള സങ്കല്പങ്ങൾ അതിൻ്റെ പിന്നിൽ ഇല്ല. പിന്നെ എന്താണ് ആ പ്രവൃത്തിക്കുള്ള ഹേതു? ലോകത്തിന് അനുഗ്രഹം നൽകുക എന്നുള്ളതാണ് പിന്നീടുള്ള പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ്യം. അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അയാളുടെ കർമ്മം ജ്ഞാനാഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മമാണ്. അങ്ങനെ കർമ്മം ചെയ്യുന്ന ആളെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. കർമ്മത്തിലും അതിൻ്റെ ഫലത്തിലുമുള്ള സംഘത്തെ മുഴുവനും ഉപേക്ഷിച്ച് നിത്യതൃപ്തനും നിരാശ്രയനുമായിട്ട് നിത്യതൃപ്തനും നിരാശ്രയനുമായിട്ട് ആരാണോ സദാ ധ്യാനത്തിൽ മുഴുകി കഴിയുന്നത് ആണോ? അല്ല, കർമ്മണ്യഭിപ്രവൃത്തോപി. നിത്യതൃപ്തനും നിരാശ്രയനുമാണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? കർമ്മത്തിൽ വ്യാപരിക്കണം. വ്യാപരിക്കണം എന്നുള്ളത് ഒരു ആദേശമൊന്നുമല്ല. പിന്നെയോ ഇവിടെ ഭഗവാൻ അർജുനനോട് കർമ്മത്തിൽ നീ വ്യാപരിക്കണം തന്നെ ആദേശമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാളോട് ശാസ്ത്രത്തിന് ആദേശമൊന്നുമില്ല. അവിടെ സ്വാഭാവികമായിട്ടുള്ള വർത്തനമാണുള്ളത് പ്രാരബ്ധത്തിനനുസരിച്ച്. ഏതായാലും കർമ്മത്തിൽ, പക്ഷേ ആത്മജ്ഞാനി ആയിട്ടുള്ള ഒരാൾ കർമ്മത്തിൽ നിരന്തരം വർത്തിക്കുകയാണെങ്കിൽ തന്നെയും അയാൾ യാതൊന്നും ചെയ്യുന്നില്ല. നിരാശീർ യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവൻ നാപ്നോതി കിൽബിഷം. ഇതൊക്കെ വിശദീകരിച്ചതാണ്. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബദ്ധതേ. അടുത്ത ശ്ലോകത്തിൻ്റെ അടുത്തത് 23-ാമത്തെ ശ്ലോകം. അതിരിക്കട്ടെ, ഈ ഒരു വിജ്ഞാനിയുടെ തലത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെ സാധിക്കുമോ എന്നുള്ള സംശയം? കർമ്മം ചെയ്തും കൊണ്ട് തന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അറിവോട് കൂടിയിട്ടിരിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ എന്നുള്ള സംശയമുണ്ടോ? നമുക്ക് സംശയം തോന്നും സ്വാഭാവികമായിട്ടും. കാരണം എന്താണ്? കർമ്മം ചെയ്തും കൊണ്ട് എങ്ങനെയാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിച്ച് ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തായാലും അല്ല അല്ലേ, എല്ലാവരും എന്താ പറയുക അപ്പൊ സംശയം വന്നു, കണ്ടില്ലേ? ഇല്ലാത്തതാണെന്ന് മനസ്സിലായി. അതെ, പിന്നെ അയാൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അവിടെയാണ് നമ്മൾ രണ്ട് തലം മനസ്സിലാക്കേണ്ടത്. ഒന്ന് പാരമാർത്ഥികമായിട്ടുള്ള തലം ഇരിക്കും, അടുത്തത് വ്യാവഹാരികമായിട്ടുള്ള ഒരു തലം. ആത്മജ്ഞാനി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ശരീരവാനായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അയാൾ വ്യാവഹാരിക തലത്തിലാണ്. ആ ശരീരം ഇരിക്കുന്നിടത്തോളം കാലം അയാൾ വ്യാവഹാരിക തലത്തിലാണ്. അയാൾക്കൊരു വ്യാവഹാരിക തലമുണ്ട്. മനസ്സിലായി? അവധൂതന്മാർ വ്യവഹാര തലത്തെ അംഗീകരിക്കുന്നില്ല, പക്ഷെ അപ്പോഴും അവർ ശരീരത്തിൽ തന്നെയാണ് വർത്തിക്കുന്നത് അല്ലേ? ശരീരത്തിൻ്റെ നിയമങ്ങളെയും ലോകമര്യാദകളെയും അവർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അവധൂതന്മാർ കുറച്ചും കൂടി ഉയർന്ന തലത്തിലാണ് എന്ന് തോന്നും സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അങ്ങനെയില്ല, അത് അവരുടെ പ്രാരബ്ധ വ്യത്യാസം കൊണ്ട് മാത്രമാണ്. ആത്മജ്ഞാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ആത്മജ്ഞാനിയും ആത്യന്തിക തലത്തിൽ അതുകൊണ്ട് ഒന്നാണ്. പക്ഷെ ഓരോരുത്തർക്കും ഉപാധി വ്യത്യസ്തമാണ്, അവർ ചെയ്തിട്ടുള്ള പൂർവിക സാധനകൾ വ്യത്യസ്തമാണ്, അവരുടെ ശരീരത്തിൻ്റെ പ്രാരബ്ധം വ്യത്യാസമാണ്. അപ്പം അതിനനുസരിച്ചിട്ട് ജ്ഞാനാനന്തരമുള്ള അവരുടെ ജീവിതത്തിലും വ്യത്യാസം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അത് മനസ്സിലായില്ലേ? ശരി, അതെന്തായാലും സംശയിക്കാൻ സാധ്യതയുള്ളൊരു വിഷയം തന്നെയാണ്. കൂടുതൽ നമുക്ക് ചിന്തിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും. വേറെ അവിടെ എന്തോ പറയാനായിട്ട് ഒരുങ്ങി. എന്താ? കർമ്മം ചെയ്യുമ്പോഴും ഉള്ളിൽ സാക്ഷിയായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ശരീരത്തിൻ്റെ ധർമ്മങ്ങളും എല്ലാം, മനസ്സിൻ്റെ ധർമ്മങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതി, അതാണ് സഹജസ്ഥിതി. ആ സഹജസ്ഥിതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ പ്രജ്ഞയെ, ബോധത്തെ ആ ബാഹ്യമായിട്ടുള്ള തലങ്ങളിൽ നിന്നും ആ സഹജസ്ഥിതിയിലേക്ക് നമ്മുടെ പ്രജ്ഞയെ നമ്മൾ ഉയർത്തി പ്രതിഷ്ഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിനി സാക്ഷിയാക്കി തീർക്കേണ്ട ആവശ്യമില്ല. ആ സാക്ഷി അങ്ങനെ തന്നെയാണ്. പക്ഷേ അറിയാത്തപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഞാൻ ആ സാക്ഷിയാണ് ഞാൻ എന്ന് അറിയണില്ല, അത് വിസ്മൃതമായിരിക്കുകയാണ്. പകരം ഈ കോമാളിയാണ് ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ ഉപാധികളിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആൾ എന്താണ്? ഒരു കോമാളി. ആ കോമാളിയാണ് ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആരാണ്? ശരിക്കും രാജാവാണ്, മഹാരാജാവാണ്. താല്പര്യം എടുത്താൽ മതി. ഞാൻ ഏത് ഭാവയുടെ കർത്തൃത്വം ഉണ്ട്. പക്ഷെ ഭൂതഭാവികളാൽ അലട്ടപ്പെടണില്ല. വർത്തമാനത്തിൽ മനസ്സ് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും മുഴുകി ചെയ്യുമ്പോൾ ഒന്ന് കർത്തൃത്വഭാവം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ കർത്തൃത്വഭാവം ഉണ്ട്. പക്ഷെ ആ കർത്തൃത്വഭാവം അവിടെ എന്താ പറയുക, ആ പ്രവൃത്തിയിലേക്ക് പ്രവർത്തിക്കാനുള്ളൊരു നിമിത്തമായിട്ട് നിൽക്കുന്നു എന്നല്ലാതെ മറ്റു വിധത്തിൽ ഇടപെടുന്നില്ല. ഒരു ശുദ്ധമായിരിക്കുന്ന ഭാവത്തിൽ അവിടെ നിൽക്കുന്നു. അവിടെ സ്വച്ഛത ഉണ്ടാവും. മറ്റ് കർത്താവ് എന്നുള്ള നിലയ്ക്ക് ഇത് നന്നാവോ ശരിയാവോ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും നന്നായി ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ കർത്താവ് എന്നുള്ള തലത്തിൽ. അതില്ലാതെ അതിൽ മുഴുകി ആസ്വദിച്ച്, എന്നുവെച്ചാൽ തൻ്റെ സ്വരൂപവുമായിട്ട് അടുത്ത് നിൽക്കാൻ അയാൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സ്വരൂപവുമായിട്ട് നമുക്ക് ചേരാൻ തടസ്സമായിട്ടുള്ളത് നമ്മുടെ മനസ്സിലെ വൃത്തികളും അല്ലേ, ഒരു വാസന സൃഷ്ടമായിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ കഴിയുന്നത് എന്ന് പറയാം. അതായത് നമ്മുടേതായിട്ടുള്ള മനസ്സിൻ്റെ കുറേ ചിന്താതലങ്ങളുണ്ട്. ആ ചിന്താതലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സാധാരണ ഇരിക്കുന്നത്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ചിന്താതലങ്ങളായിട്ട് നമ്മൾ താതാത്മ്യപ്പെടും. പക്ഷെ അതിൽ മുഴുകി ചെയ്യുമ്പോൾ, ആ പ്രവൃത്തി ആസ്വദിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ആ വിധത്തിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന തലങ്ങളൊക്കെ തൽക്കാലത്തേക്കെങ്കിലും പിൻവാങ്ങിയിട്ടുണ്ട്. സ്വസ്ഥമായിരിക്കുന്ന ശാന്തമായിരിക്കുന്ന വൃത്തി അവിടെ ഉണ്ടാവും. പല വൃത്തികൾ ഉണ്ടാവുമ്പോൾ അസ്വസ്ഥതയായിട്ടില്ലേ. മുഴുകി ചെയ്യുമ്പോൾ എന്താണ്, അവിടെ പല വൃത്തികളില്ല, ഏകവൃത്തി മാത്രമായിട്ടിരിക്കുന്നു. ആ ഏകവൃത്തിയായിട്ടിരിക്കുമ്പം തന്നെ ഒരു സ്വസ്ഥതയാണ്, ശാന്തതയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ വൃത്തികളും ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ ശാന്തവൃത്തിയായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി മുഴുകി ചെയ്യുമ്പോൾ അല്ലേ, നമ്മളങ്ങനെ പ്രവൃത്തികളിൽ മുഴുകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അങ്ങ് നമ്മളെ തന്നെ മറന്ന് മുഴുകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരല്ലേ പറഞ്ഞേ? പ്രവൃത്തി പറഞ്ഞാൽ ഏത് പ്രവൃത്തിയാവാം. നാമം ജപിക്കുമ്പോഴാവാം, വായിക്കുമ്പോഴാവാം, പാട്ട് കേൾക്കുമ്പോഴാവാം, ചിലർ ഡാൻസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ പറയും സ്പോർട്സിൽ ഏർപ്പെടുമ്പോൾ, സിനിമ സീരിയലൊക്കെ കാണുന്ന സമയത്ത് അല്ലേ, അതിലെന്താണ്, അതിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മുഴുകും.
ഭജന കേൾക്കുമ്പോൾ. ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞൊരു വാക്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ മുഴുകി എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ആധ്യാത്മികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാവുമെന്ന് അർത്ഥമെടുക്കരുത്. സാത്വികമായിട്ടുള്ള പ്രവൃത്തി, സ്വധർമ്മരൂപമായിട്ടുള്ള പ്രവൃത്തി, അത് ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യാം. ഇനി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇഷ്ടം ഉണ്ടാക്കുകയും ചെയ്യണം. തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് അത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടായില്ല എന്ന് വരും. പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനം, ആധ്യാത്മികമായിട്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയായിട്ട് വരും. അല്ലാതെ ഒരു മോഷ്ടാവ് അതിൽ മുഴുകിക്കൊണ്ട് മോഷണം ചെയ്യുന്നതും അയാൾക്ക് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. മറിച്ച് സാത്വികമായിട്ടുള്ള പ്രവൃത്തി എന്നവിടെ കൂട്ടിച്ചേർക്കുന്നത് അതുകൊണ്ടാണ്. സാത്വികമായിട്ടുള്ള സ്വധർമ്മരൂപമായിട്ടുള്ള പ്രവൃത്തി, അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ എത്രത്തോളം നമുക്ക് അതിൽ താതാത്മ്യത്തോടും, സേവാരൂപമായിരിക്കുന്ന പ്രവൃത്തി ആയിക്കോട്ടെ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എത്രത്തോളം അതിൽ മുഴുകിയിട്ട് നമ്മളെ തന്നെ മറന്നുകൊണ്ട്, താതാത്മ്യം എന്നുള്ള വാക്ക് വേണ്ട, അതിൽ നമ്മളെ തന്നെ മറന്ന് മുഴുകിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അതെന്താ എല്ലാവർക്കും അനുഭവമുള്ള കാര്യമല്ലേ? നമ്മളെ മറന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതെന്തൊരു സന്തോഷത്തെ ഉണ്ടാക്കുക അല്ല? പ്രത്യേകിച്ചും നമുക്ക് ഉപകാരം വരുന്ന പ്രവൃത്തി ചെയ്താൽ സന്തോഷം ഉണ്ടാവും. പക്ഷേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തെ ഉദ്ദേശിച്ചിട്ടല്ലാത്ത പ്രവൃത്തി, നമ്മുടെ ഒരു എന്താ പറയുക, സേവാരൂപത്തിലുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് അതെത്ര ക്ലേശം പിടിച്ച പ്രവൃത്തിയായാലും ചെയ്ത് നമ്മളത് ഒരു സമർപ്പണ ഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ഭാവം എന്താണ്? ഉള്ളിലുള്ള അനുഭവം എന്താണ്? എന്തെന്നില്ലാത്തൊരു സംതൃപ്തി അല്ല, അങ്ങേയറ്റത്തെ സംതൃപ്തി ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ദുരിതങ്ങളെല്ലാം നീങ്ങുന്നതിന് വേണ്ടിയിട്ട്, ദുരിതങ്ങൾ കർമ്മ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ഇത്ര നല്ലൊരു ഉപായം വേറെ ഇല്ല. പ്രത്യേകിച്ചും ജീവകാരുണ്യ പ്രവൃത്തികൾ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിനും നമുക്കൊരവസരം ഉണ്ടാവണം അല്ലേ? അവസരം ഇഷ്ടം പോലെ ഉണ്ട് ലോകത്തിൽ. പക്ഷെ എന്നാലും നമുക്ക് നമ്മളുടെ ഒരു കർമ്മത്തെ അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം തേടിയിട്ട് വേറെ എങ്ങോട്ടും പോവേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും എന്താ കാണുകയെന്ന് വെച്ചാൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ സേവയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സേവയായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരം കർമ്മങ്ങളിൽ മുഴുകി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ അവർ ചിലപ്പോൾ അതൊരു ഭാരമായിട്ട് കാണാൻ തുടങ്ങും അല്ലേ? അല്ലാത്ത ഞാനിങ്ങനെ ഒരു ഭാരം പേരേണ്ടി വരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങും. അപ്പം എന്തായാലും ചെയ്യേണ്ടത് ചെയ്യണം, അത് നല്ല സന്തോഷമായിട്ട് ചെയ്താൽ അതിൻ്റെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇതൊരു ഭാരമാണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അത് ആ ജീവനെ നിന്ദിക്കുക പോലും ആയിരിക്കും. അയ്യോ ഇതൊരു ഭാരമാണല്ലോ, എനിക്കിങ്ങനെ ചിലപ്പം വല്ലാതെ ബുദ്ധിമുട്ടുമൊക്കെ ഒരു പ്രാവശ്യമോ മറ്റോ അങ്ങനെ തോന്നിപ്പോയാലൊരു ദോഷമായിട്ടല്ല പറയണത്. പക്ഷേ ഉള്ളിൽ ആ ഒരു വെറുപ്പോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ അത് ആ ജീവനെ നിന്ദിക്കലും കൂടിയായി അത് നമുക്ക് വിപരീത ഫലം വരെ ഉണ്ടാക്കിയെന്ന് വരും. ഏതായാലും ശരി, നമുക്ക് അങ്ങനത്തെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കാണണം. നമ്മുടെ കർമ്മദോഷങ്ങളെ മുഴുവനും നമുക്ക് നീക്കാനും അങ്ങേയറ്റത്തെ ഈശ്വര അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പാദിക്കാനും ഏറ്റവും വലിയൊരു ഉപായമാണ് അത്. നമുക്ക് ഉദാത്തമായിട്ടുള്ള ആത്മഭാവത്തിൽ, ഉയർന്ന ആത്മഭാവത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും കുറച്ച് സ്വാർത്ഥം വെച്ചിട്ടെങ്കിലും അത്തരം പ്രവൃത്തികളിൽ മുഴുകണം. എന്താണ് സ്വാർത്ഥം? നമ്മുടെ കർമ്മദോഷമൊക്കെ നീക്കാനുള്ള ഒരു ഉപായം. അതൊരു ചെറിയ സ്വാർത്ഥം തന്നെയാണ്. പക്ഷെ അങ്ങനെയെങ്കിലും അത്തരം പ്രവൃത്തികളിൽ നമുക്ക് ഏർപ്പെടാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കൃതാർത്ഥത ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സേവാപരമായിട്ടുള്ള പ്രവൃത്തികൾ, സാത്വികമായിട്ടുള്ള പ്രവൃത്തികൾ, നമുക്ക് ചെയ്യാനുള്ള സ്വധർമ്മരൂപമായിട്ടുള്ള പ്രവൃത്തികൾ അതിൽ നമുക്ക് മുഴുകി ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആധ്യാത്മികമായിട്ടുള്ള വലിയ ഒരു ഉയർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യവും കൂടി ആണ്. നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തിയിൽ അലട്ടുകളില്ലാതെ ഏക വൃത്തിയോട് കൂടിയിട്ട് നമുക്ക് മുഴുകി ചെയ്യാം. എന്ന് വെച്ചാൽ തീരെ മറ്റു ചിന്തകളൊന്നും വരുന്നില്ല എന്നല്ല അർത്ഥം. പക്ഷെ മറ്റു ചിന്തകളൊക്കെ കുറച്ചൊക്കെ വരുന്നുണ്ടാവുമായിരിക്കാം. എന്നാലും അതിലൊരു ലയം, അതിലൊരു ഇഷ്ടം, ആ ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ
അത് നമുക്കൊരു ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയെ ഉണ്ടാക്കി തീർക്കുന്നതായിരിക്കും. ശരി, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം എന്താണ് യദൃച്ഛാലാഭ സന്തുഷ്ട? അപ്പം ആർക്കും ഇനി സംശയമില്ല എന്ന് വിചാരിക്കട്ടെ. എന്ത് ആത്മജ്ഞാനി ലോകത്തിൽ പ്രവർത്തിക്കുമോ അല്ലേ? അയാൾക്ക് ഇനി കർമ്മമുണ്ടോ? ആത്മജ്ഞാനി ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ധ്യാനിച്ച് തന്നെ ഇരിക്കണ്ടേ? ലോകത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അയാൾ പിന്നെ എന്താ ആത്മജ്ഞാനിയാണ് അല്ലേ? അയാൾ ലോകത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു, വ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം അയാൾ പിന്നെ എന്താ ആത്മജ്ഞാനിയാണ്? ഇങ്ങനെ വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. കാരണം ഒരു ധാരണ നമുക്കുണ്ട് എന്നുള്ളത്. പക്ഷെ ആ ധാരണകളൊക്കെ നീങ്ങിപ്പോകും ഗീത പഠിച്ചാൽ. കാരണം എന്താ പറയുന്നത്? അജ്ഞാനികളുടെ കൂടെ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് നീ പ്രവർത്തിക്കണമെന്ന അർജുനനോട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അത്ര വരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ധാരണകളൊക്കെ നീങ്ങിപ്പോവും. ഏതായാലും ത്യക്ത്വാ കർമ്മഫലാസംഗമിത്യനേന ശ്ലോകേന യഹ പ്രാരബ്ധ കർമാസൻ. 23-ാം ശ്ലോകത്തിൻ്റെ ആരംഭ ഭാഷ്യത്തിൽ ഒരു ആശയം, നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരാശയമുണ്ട്. നേരത്തെ പറഞ്ഞതാണ്, ഇത് ഭഗവാന്റെ വാക്കുകളിൽ, ശങ്കരാചാര്യസ്വാമികളുടെ വാക്കുകളിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് വായിക്കുകയാണ്. എന്താ പറയുന്നത്? കർമ്മഫലത്തിലുള്ള സംഘത്തെ ഉപേക്ഷിച്ചിട്ട് എന്നുള്ള ശ്ലോകം, ത്യക്ത്വാ കർമ്മഫലാസംഗം എന്ന് തുടങ്ങിയിട്ടുള്ള ശ്ലോകം തൊട്ടിട്ട് എന്താ പറഞ്ഞത്? യഹ പ്രാരബ്ധകർമാസൻ യഥാ നിഷ്ക്രിയ ബ്രഹ്മാത്മദർശന സമ്പന്നഃ സ്യാത് തഥാ തസ്യ ആത്മനഃ കർത്തൃകർമ്മ പ്രയോജനാഭാവദർശിനഃ കർമ്മപരിത്യാഗേ പ്രാപ്തേ. ഈ ഒരു കർമ്മണ്യകർമ്മ യഃ പശ്യേത് എന്നുള്ള ദൃഷ്ടി വന്നിട്ടുള്ള ഒരാൾക്ക് പിന്നെ കർത്തവ്യകർമ്മങ്ങളൊന്നും പിന്നെ ഇല്ലെങ്കിലും കുതശ്ചിത് നിമിത്താത്, എന്തോ നിമിത്തം കൊണ്ട്, കുതശ്ചിത് നിമിത്താത് അയാൾക്ക് കർമ്മപരിത്യാഗം സാധ്യമല്ലാതെ വന്നു. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ദർശിക്കാനുള്ള ദൃഷ്ടി കൈവന്ന ഒരാൾക്ക് പിന്നെ ലോകത്തിൽ പ്രവർത്തിക്കാനൊന്നുമില്ല. പിന്നെ അയാൾക്ക് എന്താ കർത്തവ്യമായിട്ടുള്ളത്? ശങ്കരാചാര്യസ്വാമിയുടെ ഭാഷയിൽ അയാൾക്ക് സന്യാസമാണ് കർത്തവ്യമായിട്ടുള്ളത്. അയാൾ പിന്നെ ലോകത്തിൽ എന്ത് ചെയ്യാനാ? അയാൾ സന്യസിക്കുക, നിവൃത്തിയാണ് അയാൾക്ക് കർത്തവ്യമായിട്ടുള്ളത്. കർമ്മപരിത്യാഗേ പ്രാപ്തേ, അയാൾക്ക് കർമ്മപരിത്യാഗമാണ് പിന്നെ പ്രാപ്തമായിട്ടുള്ളത്. പക്ഷേ എന്തോ നിമിത്തം കൊണ്ട്, കുതശ്ചിത നിമിത്താത് തഥാ സംഭവേ സതി, അയാൾക്ക് എന്ത് സാധിച്ചില്ല? സന്യാസം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? പൂർവവത് തസ്മിൻ കർമ്മണി അഭിപ്രവൃത്തഃ അപി, മുമ്പത്തെ പോലെ, നേരത്തെ ചെയ്ത പോലെയുള്ള കർമ്മങ്ങളിൽ തന്നെ അഭിപ്രവൃത്തനായിട്ട് അയാൾ കഴിയുന്നു. അങ്ങനെയാണെന്നിരിക്കലും നയേവ കിഞ്ചിത് കരോതി സഹ, അയാളൊന്നും വാസ്തവത്തിൽ ചെയ്യുന്നില്ല. ഇതി കർമാഭാവഃ പ്രദർശിതഃ യസ്യ ഏവം കർമാഭാവഃ ദർശിതഃ തസ്യ ഏവ. അങ്ങനെ കർമാഭാവം ആരിലാണോ നമ്മൾക്ക് ഇവിടെ ഭഗവാൻ കാണിച്ചു തന്നിട്ടുള്ളത്, അങ്ങനെയുള്ള ആൾക്ക്, അയാൾ ആരാണ്? ഗതസംഗനാണ്, മുക്തനാണ്, ജ്ഞാനത്തിൽ അവസ്ഥിതമായിട്ടുള്ള ചേതസ്സോട് കൂടിയിട്ടുള്ള ആളാണ്. അയാൾക്ക് സർവകർമ്മങ്ങളും എന്തായിട്ട് തീർന്നിരിക്കുന്നു? യജ്ഞഭാവത്തിൽ തീർന്നിരിക്കുന്നു. യജ്ഞായ ആചരതഃ കർമ്മ, അയാളുടെ കർമ്മങ്ങളെല്ലാം യജ്ഞമായിട്ട് ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ സർവകർമ്മവും പ്രവിലീയത്തെ, യജ്ഞായ ആചരതഃ കർമ്മ സമഗ്രം പ്രവിലീയത്തെ, അയാളുടെ കർമ്മങ്ങളെല്ലാം വിലയിച്ചു പോയിരിക്കുന്നു. കർമ്മം ചെയ്യുമ്പോഴും അയാൾ കർമ്മത്താൽ ലിപ്തനല്ല എന്ന് ചുരുക്കം. പിന്നെ എങ്ങനെയാണ് അയാൾ കർമ്മം ചെയ്യുന്നത്? സർവ കർമ്മസാമഗ്രികളിലും ബ്രഹ്മഭാവം അയാളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ ആരാണ്? ഉപമർദ്ദിത കാരകനാണ്. എന്ന് വെച്ചാൽ കാരകങ്ങളൊക്കെ ഉപമർദ്ദിതമായി പോയി. അതൊരു ടെക്നിക്കൽ സാങ്കേതിക ഭാഷയാണ്. കാരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ്, കർമ്മം, അധികരണം, പിന്നെ കരണം, സമ്പ്രദാനം, അപാദാനം തുടങ്ങിയിട്ടുള്ള കാരകങ്ങൾ എന്ന് വെച്ചാൽ കർമ്മത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ. കർത്താവ് വേണം കർമ്മം ചെയ്യാൻ, ആ കർമ്മത്തിലൂടെ നേടാനൊരു ഫലമുണ്ട്, അത് ചെയ്യാനൊരു കരണം വേണം. അത് ആ കർമ്മം ക്രിയ ഏതിലാണോ ചെന്ന് ചേരുന്നത്, ആ ഒരു പ്രവൃത്തി ഏതിനെ ഉദ്ദേശിച്ചിട്ടാണോ ആ ഒരു കർമ്മമുണ്ട്, അധികരണമുണ്ട്. ഇതൊക്കെ ബ്രഹ്മമയമായിട്ട് തീർന്നിരിക്കുന്നു എന്ന് 24-ാം ശ്ലോകത്തിൽ പറഞ്ഞു. അനന്തരം
തത്ര അധുന സമ്യക് ദർശനസ്യ യജ്ഞത്വം സമ്പാദ്യ തസ്തുത്യർത്ഥം അന്യേ അപി യജ്ഞാഃ ഉപക്ഷിപ്യന്തെ ദൈവമേവ ഇത്യാദിന. ഇനി ഇവിടെ നിന്നിട്ട് സമ്യക് ദർശനസ്യ യജ്ഞത്വം സമ്പാദ്യ പറഞ്ഞാൽ എന്താണ്? സമ്പാദിച്ചതിന് ശേഷം, സമ്പാദ്യ അത് സ്ഥാപിച്ചതിന്, അത് ഉറപ്പിച്ചതിന് ശേഷം. എന്താ ഉറപ്പിച്ചത്? സമ്യക് ദർശനസ്യ യജ്ഞത്വം, സമ്യക് ദർശന രൂപനായിരിക്കുന്നു. സമ്യക് ദർശനത്തോട് കൂടിയിട്ടുള്ള ഒരാളുടെ കർമ്മങ്ങളെല്ലാം എന്തായിട്ട് തീരുന്നു? യജ്ഞരൂപമായിട്ട് തീരുന്നു. ഈ സമ്യക് ദർശനം തന്നെ ഒരു യജ്ഞമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എവിടെയാ പറഞ്ഞത്? ബ്രഹ്മാർപ്പണം, ബ്രഹ്മകബീർ എന്നുള്ളത് എന്ത് പറഞ്ഞു? സമ്യക് ദർശനത്തെ തന്നെ ഒരു യജ്ഞത്തിൻ്റെ കൽപ്പനയിൽ വിസ്തരിച്ചു കഴിഞ്ഞു. സാധാരണ യജ്ഞത്തിൽ യജ്ഞം ചെയ്യുന്ന ഒരാള് പിന്നെ ആ യജ്ഞത്തിലൂടെ പ്രാപിക്കാനുള്ള ഒരു ഫലം, പിന്നെ യജ്ഞം ചെയ്യാനുള്ള സാമഗ്രികൾ, പിന്നെ ഹോമിക്കുന്ന വസ്തുക്കൾ, ഹോമദ്രവ്യങ്ങൾ, പിന്നെ അഗ്നി, ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ യജ്ഞം ചെയ്യാനിരിക്കുക എന്ന് വെച്ചോട്ടെ, പക്ഷെ അയാളുടെ ദൃഷ്ടി എന്താണ്? ഞാൻ യജ്ഞം ചെയ്യുന്ന ആളാണെന്നാണോ അയാളുടെ ദൃഷ്ടി? അല്ല, പിന്നെ എന്താ അയാളുടെ ദൃഷ്ടി? ഞാൻ ആരാണ്? അയാൾ അപ്പോഴേക്ക് എന്തായി? അയാൾ അപ്പോഴേക്കല്ല, അയാൾ സ്വതവേ എങ്ങനെയാണ്? ഞാൻ അകർത്താവാണ്, ഞാൻ ശരീരാദിപാധികളല്ല, അതിന് സാക്ഷിയായിരിക്കുന്ന ബോധസ്വരൂപമായിട്ടുള്ള ആത്മാവാണ്. ആത്മാവാകട്ടെ സർവവ്യാപിയായിട്ടുള്ള തത്വമാണ് എന്നറിയുന്ന ആളാണ് ഇരിക്കുന്നത് എന്ന് വെച്ചോട്ടെ. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആരാണ്? യജ്ഞം ചെയ്യുന്ന കർത്താവ് സർവവ്യാപിയായിട്ടുള്ള ബ്രഹ്മമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കർത്താവായിട്ട് ഇരിക്കുന്നത് ബ്രഹ്മമാണെന്ന് അയാൾക്കറിയാം. പിന്നെ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം എന്നാണ്. അർപ്പണം, ഈ യജ്ഞകുണ്ടത്തിലേക്ക് വസ്തുക്കൾ അർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്രുവം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, അതും എന്താണ്? അതാണ് ഇവിടെ അർപ്പണം. അതും എന്താണ്? കരണം എന്താണ്? അതും ബ്രഹ്മമാണ്. കരണം എന്ന് എടുക്കാം നമുക്ക്. ബ്രഹ്മാർപ്പണം. ഹവിസ് എന്താണ്? യജ്ഞദ്രവ്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അതെന്താണ്? അതും ബ്രഹ്മമാണ്. പിന്നെ ഹോമിക്കുന്നത് എവിടെയാണ്? അതും ബ്രഹ്മത്തിലേക്കാണ് ഹോമിക്കുന്നത്. പിന്നെ ആരാണ് ഹോമിക്കുന്നത്? ബ്രഹ്മണാഹുതം, ബ്രഹ്മാവാണ്, ബ്രഹ്മാവല്ല, ബ്രഹ്മമാണ് ഹോമിക്കുന്നത്. ബ്രഹ്മാവ് വേറെ, ബ്രഹ്മം വേറെ ആണോ? ഇരിക്കട്ടെ, അയാൾ ചെയ്യുന്നുണ്ടോന്നാ? അപ്പോൾ അത് നല്ലൊരു ചോദ്യം. പിന്നെ അയാൾ എന്തിനാ ചെയ്യണത് എന്നാ. അപ്പൊ തിരിച്ചയാൾ എന്താ ചോദിക്കാന്നറിയോ? അതിനാരാ ചെയ്യുന്നത്? ചെയ്യുന്നുണ്ട്, അയാൾ ചെയ്തോണ്ട് എന്ത് പറയും? ആര് ചെയ്യുന്നു എന്ന് പറയും. ആ കഥ അറിയാലോ, ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കഥ. ഞാൻ നിത്യബ്രഹ്മചാരിയാണെങ്കിൽ എന്ന് പറഞ്ഞ കഥ, അതാണ് ദുർവാസാവു മഹർഷിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കഥ. അപ്പം അതാണ് ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം. ഇനി എന്താ നേടേണ്ടത്? പ്രാപ്യമായിട്ടുള്ളത് ഏത് യജ്ഞത്തിനും ഒരു ഫലം കിട്ടുമല്ലോ. അപ്പം സ്വർഗം നേടാനുള്ള യജ്ഞമാണ് അയാൾ ചെയ്യുന്നതെന്ന് വെച്ചോട്ടെ. അപ്പം സ്വർഗം ആ ഫലമായിട്ടുള്ളതും എന്താണ്? ബ്രഹ്മമാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെയ്യുന്ന ആള് ബ്രഹ്മം, ചെയ്യപ്പെടുന്ന കർമ്മം ബ്രഹ്മം, നേടാനുള്ള ഫലം ബ്രഹ്മം, അർപ്പണാദി കരണങ്ങളൊക്കെ ബ്രഹ്മം. അപ്പം പിന്നെ അവിടെ എവിടെയാണ് കർമ്മമുള്ളത്? ഈ വസ്തുക്കളിലൊക്കെ ബ്രഹ്മദൃഷ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾക്ക് ഞാൻ കർത്താവാണെന്നും ഇതെനിക്ക് ചെയ്യേണ്ട കർമ്മമാണ്, ഇതിനാൽ നേടേണ്ട ഫലമാണ് എന്നുള്ള ബുദ്ധി അയാളിൽ നിന്നും നീങ്ങിപ്പോയിട്ടുണ്ട് എന്നർത്ഥം. അഥവാ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദ്വൈത ബുദ്ധി അയാളിൽ നിന്നും നീങ്ങിപ്പോയിരിക്കുന്നു. സാധാരണ നമുക്കുള്ള ബുദ്ധി എന്താണ്? ദ്വൈത ബുദ്ധി. എന്താ ദ്വൈത ബുദ്ധി? ഞാൻ ഈ പ്രപഞ്ചത്തെയും ഒക്കെ കാണുന്ന ആൾ, അറിയുന്ന ആള്. പ്രപഞ്ചം എന്താണ്? എന്നാൽ അറിയപ്പെടുന്ന വിഷയം. ഇതാണ് ദ്വൈത ബുദ്ധി. മനസ്സിലായില്ലേ? ഞാൻ അറിയുന്ന ആള്, ഇത് എന്നാൽ അറിയപ്പെടുന്ന വിഷയം.
ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വാസ്തവം എന്താണ്? ഈ അറിയുന്നവനായിട്ട് നിൽക്കുന്നതും അറിയപ്പെടുന്ന വിഷയമായിട്ട് നിൽക്കുന്നതും ഇത് രണ്ടും രണ്ടല്ല എന്നുള്ളതാണ് വാസ്തവം. വല്ലാത്തൊരു കാര്യമാണല്ലോ പറയണത്. അപ്പം ഞാൻ ഈ ജഡമായിരിക്കുന്ന പുസ്തകവുമാണ് എന്നാണോ പറയുന്നത്? ഇത് രണ്ടും രണ്ടല്ല എന്ന് വെച്ചാൽ അല്ലേ? എന്നാൽ അറിയപ്പെടുന്നതും അതിനെ അറിയുന്നതും അറിയുന്നത് അറിയപ്പെടുന്നത് എന്നുള്ള ഭേദം വാസ്തവത്തിൽ എന്താണ്? അത് അവിദ്യയാണ്. സത്യം എന്താണ്? അറിയുന്നവനോ അറിയപ്പെടുന്നതും ഇങ്ങനെ രണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിനും കാരണമായിരിക്കുന്ന അധിഷ്ഠാനമാണ് ഞാൻ. അതാണ് സത്യം. ത്രിപുടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രഷ്ടാവ്, ദർശനം, ദൃശ്യം. ഈ ത്രിപുടി സത്യമാണോ മിഥ്യയാണോ? ത്രിപുടി മിഥ്യയാണ്. എന്താണ് സത്യം? ത്രിപുടിക്ക് ആധാരമായിട്ടുള്ള തത്വമാണ് സത്യമായിട്ടുള്ളത്. ഈ ദൃഷ്ടി ആർക്ക് വന്നിട്ടുണ്ട്? ബ്രഹ്മജ്ഞാനിക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവീർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം അതാണ്. അയാൾക്ക് ഈ ത്രിപുടി മിഥ്യയാണെന്ന് അയാൾ ബോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങേയറ്റത്ത് അവിടെയാണ് നമുക്ക് തിരുത്തു വേണ്ടത്. പിന്നെ ഈ ലോകം അയാൾ കാണുന്നില്ല എന്നോ ലോകത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നോ അർത്ഥമില്ല. അത് ആ ഒരു കാര്യത്തെയാണ് ഭഗവാൻ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ചു പറഞ്ഞു തരുന്നത്. ബ്രഹ്മജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ അത് ഏതോ ഒരു തലത്തിൽ അയാളങ്ങനെ വിഹരിക്കുകയാണ്. പിന്നെ അയാൾ ലോകതലത്തിലേക്ക് വരണില്ല എന്നർത്ഥം ഇല്ല. അയാൾ പിന്നെയും ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്കിത്തിരി പ്രയാസമുള്ള തലമാണ് അല്ലേ? അതെന്താ? എന്തോ ഐൻസ്റ്റീൻ്റെ തിയറി, ഐൻസ്റ്റീൻ ഈ തലത്തിലേക്കൊന്നും ഊർജത്തിൻ്റെ, അതായത് മാറ്ററും എനർജിയും പരസ്പരം ആപേക്ഷികമാണ് എന്നുള്ളതാണല്ലോ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനും ഒരുപടി അപ്പുറമാണല്ലോ വേദാന്തം. കാരണം മാറ്റർ എനർജി രണ്ടുമായിട്ട് നിൽക്കുന്നത് ഏതൊരേകമായിരിക്കുന്ന തത്വമാണോ ആ ഏകമായിരിക്കുന്ന തത്വമാണ് നീ എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് രണ്ടും ആയിട്ട് നിലകൊള്ളുന്നത് ഏത് തത്വമാണോ, ഈ രണ്ടിനും അസ്തിത്വമായിട്ട് നിലകൊള്ളുന്നത് ഏതൊരു തത്വമാണോ ആ തത്വമാണ് സത്യമായിട്ടുള്ളത്. അതാണ് നീ എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. അങ്ങനെ സമ്യക് ദർശനസ്യ യജ്ഞത്വം സമ്പാദ്യ. ഈ സമ്യക് ദർശനം എന്നുള്ളത് തന്നെ ഒരു യജ്ഞഭാവനയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു, യജ്ഞരൂപത്തിൽ അവതരിപ്പിച്ചു. ശരിക്കും അവിടെ യജ്ഞമുണ്ടോ? അവിടെ യജ്ഞം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഈ ബ്രഹ്മയജ്ഞം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കർത്താവായിട്ടുള്ള ഞാനും കർമ്മമായിട്ടുള്ള വസ്തുക്കളും അല്ലെങ്കിൽ കർമ്മമായിട്ടുള്ള മറ്റ് ഘടകങ്ങളും കർമ്മത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആത്മസ്വരൂപത്തിൽ നിലകൊള്ളുന്നതാണ് എന്ന അറിവിനെ ഇവിടെ എന്തായിട്ട് പറഞ്ഞിരിക്കുകയാണ്? ഒരു യജ്ഞ രൂപകമെടുത്ത് അതിൻ്റെ എല്ലാ ഘടകങ്ങളും ബ്രഹ്മമാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം ഇനി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് എന്ത് വിചാരിക്കണം? കഴിക്കുന്ന ഞാൻ ബ്രഹ്മമാണ്, കഴിക്കപ്പെടുന്ന ഭക്ഷണവും ബ്രഹ്മമാണ്. അത് ഏത് അഗ്നിയിലേക്കാണ് സമർപ്പിക്കുന്നത്? ആ ജഠരാഗ്നിയും ബ്രഹ്മമാണ് അല്ലേ? കഴിച്ച് നേടാനുള്ള ഫലവും ബ്രഹ്മമാണ്. അപ്പം പിന്നെ അവിടെ എന്തില്ല? ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ അവിടെ ഇല്ലാണ്ടാവണം. ഏതായാലും ശരി, അത്രയും പറഞ്ഞതിന് ശേഷം അങ്ങനെ യജ്ഞത്വം സമ്പാദിച്ചു എന്നാണ്. ഇത് ഇന്നലെ വിശദമായിട്ട് ഇവിടെ ചിന്തിച്ചിട്ടുണ്ടാവും ഈ ശ്ലോകം. ഇല്ലെങ്കിൽ ഇനിയും ഇത് വിശദമായിട്ട് സ്വാമിജിയുടെ ഭാഷ്യത്തിലൂടെ നമുക്ക് കേൾക്കാം. ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ ദീർഘമായിട്ടുള്ള ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അവിടെ ഈ വിഷയങ്ങളൊക്കെ ഗഹനമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്.
അഹംകർത്ത എന്നുള്ള അഭിമാനം നീങ്ങിയിരിക്കുന്ന തലത്തെയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പ്രകടാക്കിയിട്ടുള്ളത്. അഹംകർത്ത എന്നുള്ള അഭിമാനം നീങ്ങിയിരിക്കുന്ന തലം. അതേത് തലമാണ്? അഹം സാക്ഷി ആത്മാ എന്നുള്ള അറിവോടൊത്തിരിക്കുന്ന തലമാണ്. പക്ഷെ അവിടെ നിൽക്കുന്നില്ല. സാക്ഷി എന്ന് പറയുമ്പോഴേക്കും എന്തായി? സാക്ഷ്യം അറിയപ്പെടുന്ന ദൃശ്യവും ഈ സാക്ഷിയുടെ ഒരു പ്രകടീഭാവമാണ്. അങ്ങനെ സർവത്തിലും ആത്മദൃഷ്ടി കൈവന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നമുക്ക് കുറച്ച് വിസ്തരിച്ച് മറ്റു സമയത്ത് ശ്രദ്ധിക്കാം. തൽക്കാലം നമുക്ക് മുന്നോട്ട് പോവാം. ഏതായാലും തത്ര അധന സമ്യക് ദർശനസ്യ യജ്ഞത്വം സമ്പാദ്യ തസ്തുത്യർത്ഥം, ഈ സമ്യക് ദർശന രൂപമായിരിക്കുന്ന യജ്ഞത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് അന്യേപി യജ്ഞാഹ ഉപക്ഷിപ്യന്തേ ദൈവമേവ ഇത്യാദിന, മറ്റ് യജ്ഞങ്ങളെയും ഇവിടെ ഉപക്ഷിപ്യന്തേ, ഇവിടെ സംഗ്രഹിച്ചു പറയാണ്, ഇവിടെ അവതരിപ്പിക്കുകയാണ് മറ്റ് യജ്ഞങ്ങളെയും. സമ്യക് ദർശന രൂപമായിരിക്കുന്ന യജ്ഞം എന്ന് പറഞ്ഞാൽ ജ്ഞാനയജ്ഞം. ജ്ഞാനയജ്ഞം എന്താണ്? സർവത്തിലും ബ്രഹ്മദൃഷ്ടി കൈവരിക്കുക എന്നുള്ളത് ജ്ഞാനയജ്ഞം, അഥവാ സർവത്തിലും ആത്മദൃഷ്ടി ഉറപ്പിക്കുക എന്നുള്ളത് ബ്രഹ്മയജ്ഞം അഥവാ ജ്ഞാനയജ്ഞം. ഇനി അന്യയജ്ഞങ്ങൾ എന്ന് പറഞ്ഞാലോ, അവിടെ ഈ പറഞ്ഞ ഭേദദൃഷ്ടി ഉണ്ട്. മറ്റിടത്ത് ഭേദദൃഷ്ടിയില്ല. പിന്നെന്താ ഉള്ളത്? അഭേദദൃഷ്ടി, അദ്വൈത ദൃഷ്ടിയാണ് ബ്രഹ്മയജ്ഞത്തിൽ ഉറപ്പിക്കപ്പെടുന്നത്. പക്ഷെ ബ്രഹ്മദൃഷ്ടി കൈവരിക്കാത്ത ഒരാൾ എന്ത് യജ്ഞം ചെയ്താലും അവിടെ എന്തുണ്ട്? ഭേദദൃഷ്ടിയുണ്ട്. അപ്പം അങ്ങനെയുള്ള യജ്ഞങ്ങളെ കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് അത് പ്രസ്താവിക്കുന്നത്? ഈ ബ്രഹ്മയജ്ഞത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട്. അതെങ്ങനെയാ മറ്റ് യജ്ഞങ്ങൾ അവതരിപ്പിക്കപ്പെട്ടാൽ ബ്രഹ്മയജ്ഞത്തിന്റെ സ്തുതിയാവുക? പറയൂ. മറ്റ് യജ്ഞങ്ങളൊക്കെ അവതരിപ്പിച്ചാൽ അതെങ്ങനെയാ ബ്രഹ്മയജ്ഞത്തിന്റെ സ്തുതിയാവുക? മറ്റ് യജ്ഞങ്ങളൊക്കെ ദ്വൈതദൃഷ്ടിയിലുള്ളതാണ്, അവിടെയൊക്കെ ഭേദമുണ്ട്. എന്നാൽ ബ്രഹ്മയജ്ഞമാവട്ടെ അദ്വൈത ദൃഷ്ടി കൈവന്നിരിക്കുന്ന ഭാവമാണ്, അഥവാ അദ്വൈത ദൃഷ്ടി ഉറപ്പിക്കലാണ് എന്നതിൻ്റെ മഹിമയെ പറയാലോ. അങ്ങനെയാണ്. അല്ലാതെ ഈ യജ്ഞങ്ങളൊക്കെ ബ്രഹ്മയജ്ഞത്തെ സ്തുതിക്കലാവില്ല. ഇതൊക്കെ അവതരിപ്പിച്ചിട്ട് എന്താ പറയാൻ പോകുന്നത്? ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മയജ്ഞത്തെ സ്തുതിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഇവിടെ മറ്റ് യജ്ഞങ്ങളെ പറയുന്നു. അപ്പം നമുക്ക് വേദാന്തം പഠിക്കുന്ന നമുക്കൊരു ചിന്ത വരും, മറ്റ് യജ്ഞങ്ങളൊക്കെ മോശമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏതാ ഏറ്റവും നല്ലത്? ബ്രഹ്മയജ്ഞമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമ്മൾ മറ്റ് യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ബ്രഹ്മയജ്ഞം ചെയ്താൽ മതി. അങ്ങനെ വിചാരം വരൂലേ നമുക്ക്? നല്ലതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പം ബാക്കി യജ്ഞങ്ങളൊക്കെ ഇത്തിരി മോശമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ അതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത്? നമ്മൾ എന്തേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ബ്രഹ്മയജ്ഞം ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാ ചിലപ്പം ഗീതയും വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആളുകൾ അതുവരെ ഉണ്ടായിരുന്ന നാമജപം ഉപേക്ഷിക്കും. എന്തെങ്കിലും ക്ഷേത്ര ദർശനം ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കും. വല്ല ക്രിയകളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കും. കാരണം എന്താ? അതൊക്കെ ഞങ്ങൾ ആ തലത്തിലുള്ള ആൾക്കാരൊന്നുമല്ല, ഞങ്ങളാരാ? ബ്രഹ്മയജ്ഞം ചെയ്യുന്നവരാന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിക്കും. ഈ യജ്ഞങ്ങൾ ഇവിടെ പറയുന്ന അങ്ങനെ ഉപേക്ഷിക്കപ്പെടാനുള്ളതല്ല ഇതൊന്നും. ഈ യജ്ഞങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് തന്നെ. അതല്ലാതെ ഒരു എന്താ പറയുക, ഒരു പ്രയോജനവും ഇല്ലാത്തത് ശാസ്ത്രത്താൽ ഉപദേശിക്കപ്പെടില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ യജ്ഞങ്ങളൊക്കെ സകാമമായിട്ടും ഒരാൾക്ക് അനുഷ്ഠിക്കാം എന്നുള്ളൊരു കുഴപ്പമുണ്ട്. മനസ്സിലായില്ലേ? യജ്ഞങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരെ സംബന്ധിച്ചിടത്തോളം മോക്ഷദൃഷ്ടി കൈവന്നിട്ടുണ്ടാവില്ല. മുമുക്ഷുക്കളായിക്കൊള്ളണം എന്നില്ല എല്ലാവരും. എന്താ മുമുക്ഷു? മോക്ഷം ഇച്ഛിക്കുന്ന ആൾ. പക്ഷേ എല്ലാവരും തപസ് ചെയ്യുന്ന എല്ലാവരും മോക്ഷേച്ഛുക്കളാണ്. അങ്ങനെയാണെങ്കിൽ രാവണനും ഇരുന്നിരിക്കണം? മുമുക്ഷു ആയിരിക്കണം. ഹിരണ്യകശിപുവും മുമുക്ഷു ആണോ? അല്ല. അസുരന്മാരൊക്കെ തപസ് ചെയ്തിട്ടുള്ളവരാണ്. അവരൊന്നും മുമുക്ഷുക്കളായിട്ടല്ല തപസ് ചെയ്തത്. ലോകത്തിലും മുമുക്ഷുക്കളായിട്ട് തപസ്സിലൊക്കെ ഏർപ്പെടുന്നവര് വിരലിൽ എണ്ണാവുന്ന അത്രയും ചുരുക്കമായിട്ടുള്ളൂ. ജപസാധനയായാലും യോഗസാധനകളായാലും മറ്റ് ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള യജ്ഞമായാലും ഇതൊക്കെ ആളുകൾ സകാമമായിട്ട് ഇഷ്ടം പോലെ അനുഷ്ഠിക്കുന്നതാണ്. മന്ത്രസാധന, കഷ്ടപ്പെട്ട് മന്ത്രസാധന ചെയ്യും.
പക്ഷേ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെന്തായിട്ട് തീർന്നു? സകാമമായിട്ട് തീർന്നു. അതിലൊക്കെ ഒരു സ്ഥാനമുണ്ട് കേട്ടോ. ഈ എല്ലാവരും പെട്ടെന്ന് ഒറ്റയടിക്ക് മുമുക്ഷുക്കളായിക്കൊള്ളണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കേണ്ട ആവശ്യവും ഇല്ല. ഓരോരോ ജീവന്റെ പക്വതയാണ്. അതിനൊക്കെ ഒരു സ്ഥാനമുണ്ട്. പക്ഷെ അവസാനം തിരിച്ചറിവിലേക്ക് എത്തണമെന്ന് മാത്രം. ശരി, അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഓരോ യജ്ഞത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. മുമുക്ഷുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ യജ്ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അവനവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച്, സ്ഥാനത്തിനനുസരിച്ചിട്ട്, എത്തി നിൽക്കുന്ന പടിക്കനുസരിച്ചിട്ട് ഓരോരുത്തരും അവനവൻ്റെ യജ്ഞങ്ങൾ ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും മുമുക്ഷുവിൻ്റെ ദൃഷ്ടി എവിടെയായിരിക്കുന്നത്? ഇതിലൂടെ എനിക്ക് ചിത്തശുദ്ധി നേടിയിട്ട് തത്വജ്ഞാനത്തിലേക്ക് ഉയരാൻ സാധിക്കണം. മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം അഹമിതം കരിഷ്യേ. ഇതാണ് മുമുക്ഷുവിൻ്റെ സങ്കല്പം. മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര, ഞാൻ ഉപാത്തമായിരിക്കുന്ന, സമ്പാദിച്ചു കൂട്ടിയ എൻ്റെ സമസ്ത ദുരിതങ്ങളും ക്ഷയിക്കാൻ ഇടവരണം. അങ്ങനെ ശ്രീ പരമേശ്വര പ്രീതി ഉണ്ടാവണം. അപ്പം നമ്മുടെ പാപം ക്ഷയിച്ചാലേ പരമേശ്വരൻ പ്രീതിപ്പെടൂ? അല്ല, പരമേശ്വരൻ എപ്പോഴും പ്രീതനാണ്. പരമേശ്വരന് നമ്മൾ പാപിയാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അപേക്ഷയിലല്ല പരമേശ്വരൻ്റെ പ്രീതി. പരമേശ്വരൻ സദാ പ്രസന്നനാണ്, പ്രീതനാണ്. പക്ഷേ നമുക്ക് ദുരിതം ക്ഷയിക്കുമ്പോഴേ ആ ഭഗവാന്റെ പ്രീതി അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്ന് മാത്രം. നമ്മുടെ ചിത്തം പ്രസന്നമാവാതെ നമുക്ക് എന്ത് നന്മയാണ് അനുഭവിക്കാൻ സാധിക്കുക? അല്ലേ? ലൗകികമായിട്ടുള്ള സന്തോഷം പോലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ ചിത്തം പ്രസന്നാവണം. ആ ചിത്തപ്രസന്നതയ്ക്ക് തടസ്സം നിൽക്കുന്ന വലിയൊരു ഘടകമാണ് ദുരിതം. അതുകൊണ്ട് എന്ത് വേണം? ആ ദുരിതം ക്ഷയിക്കണം. അതിന് സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. ഇത് എന്താ പറയുക, ഹോമമൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കർമ്മം ചെയ്യുമ്പോഴാണ് ഈ സങ്കല്പം ആയിട്ട് നമ്മൾ ചെയ്യുക. പക്ഷേ എന്ത് സൽക്കർമ്മം ചെയ്യുമ്പോഴും ഇതാണ് നമ്മുടെ പ്രാർത്ഥന. മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവാനായിട്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഈ യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കാം. എന്നാൽ ഇത് സകാമായിട്ട് അനുഷ്ഠിക്കുക എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും ഇവിടെ പറയാണ്, ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. 10 മണി വരെയാണ് ആ സമയം. കാലമായി പറയാൻ ഞാൻ നോക്കിയില്ല. ശരി, അപ്പോൾ ഇനി അടുത്ത സെഷൻ സത്യാനന്ദപുരി സ്വാമിജിയാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉച്ചവരെയുള്ള സമയത്ത് നമുക്ക് ബാക്കിയുള്ള ശ്ലോകങ്ങളും കൂടി ചർച്ച. ഇപ്പം ബ്രേക്ക് ഉണ്ടോ? ഇടവേള വേണം അല്ലേ? വേണം. അപ്പം എന്നാലൊന്ന് എണീറ്റിട്ട് 11:30 10:30 ഒത്തുകൂടിയിട്ട് 10:30 തൊട്ട് 11:30 10:15 തൊട്ട് 11:30 വരെയാണ്. അപ്പോൾ 11:30 തൊട്ട് 11:45 വരെയുള്ള സമയത്ത് സത്യാനന്ദപുരി സ്വാമി. അതിൽ കൂടുതൽ സമയം സത്യാനന്ദ സ്വാമി പറയാനുണ്ടെങ്കിൽ അതും എടുക്കാം. ബാക്കിയുള്ള സമയം 1 മണി വരെയുള്ള സമയത്ത് നമുക്ക് ഈ ശ്ലോകങ്ങൾ മുഴുവനാക്കാം. ശരി.